ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ ഓപ്പൺ ചെയ്തത്, ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് സഫലമാകുന്നതിന് വേണ്ടി ഞാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങളെ കൂടി കൂട്ടുവാൻ, നിങ്ങളെ കൂടി പാർട്ട്ണറാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ? പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ലൈഫ് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആകാം. ഓക്കെ, അപ്പം നിങ്ങളെ കൂടി അവരുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ള റീഡിംഗ് ആണ് നോക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ അവരുടെ ലൈഫിൽ തുടർന്നുള്ള ജീവിതത്തിൽ എൻ്റെ വ്യൂസിനെ കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. എൻ്റെ വ്യൂസിനെ കൂടി ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് തന്നാൽ ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു 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 താങ്ക് യു. ഇതാണ് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നമ്പേഴ്സ് നോക്കാം. 2, 1, 18, 9, 6, 12, 3, 10, 1. ഓക്കെ, മാസം ഫെബ്രുവരി, ജനുവരി, സെപ്റ്റംബർ, ജൂൺ, ഡിസംബർ, മാർച്ച്, ഒക്ടോബർ. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് സൈൻ രാശി വന്നിരിക്കുന്നത് ലിബ്ര, സ്പൈസീസ്, സ്കോർപിയോ, ക്യാൻസർ, ലിയോ, വെർഗോ, അക്യൂറിയസ്, ഏരീസ്, ടോറസ്, ജെമിനി, സാജിറ്റേറിയസ്, കാപ്രിക്കോൺ. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഓക്കെ, എല്ലാം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാ സൈനും എല്ലാ സോഡിയക് സൈനും ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെ ഫുള്ള് സോഡിയക് സൈൻ ഇതിൽ തന്നെ ഉണ്ട്. 12 സോഡിയക് സൈനാണ് ഈ ഒരു രാജകുമാരിയുടെ തലയിലിരിക്കുന്ന കിരീടത്തെ സൂചിപ്പിക്കുന്നത്. 12 സോഡിയക് സൈനെയാണ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ എല്ലാത്തിലും സോഡിയക് സൈൻ വന്നിട്ടുണ്ട്. നോക്കാം, നിങ്ങളുടെ പേഴ്സൺ അവരുടെ ലൈഫിൽ കൂട്ടുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ദ ഹെറോഫൻ്റ് ആണ് വന്നിരിക്കുന്നത്. ചില സമയങ്ങളിൽ നിങ്ങളുടെ പേഴ്സണ് 2 മനസ്സാണ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാം. നിങ്ങളില്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ല. പക്ഷേ ചില 2 സാഹചര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണിനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും മാറ്റുന്നു. ഓക്കെ, ഏതെടുക്കണമെന്ന് അറിയാൻ വയ്യാതെ 2 സാഹചര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒപ്പം കൂട്ടുന്നതിന് അവർക്ക് തടസ്സമായിരിക്കുന്നു. ഈ റിലേഷൻ മുന്നോട്ട് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ചില സമയത്ത് വേണമെന്ന് തോന്നുന്നു, ചില സമയത്ത് വേണ്ടാന്ന് തോന്നുന്നു. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കും പലപ്പോഴും നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഹെറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തങ്ങളിൽ ചില ഒത്തുപോകുന്നതിന് പ്രശ്നം ഉണ്ടാകുമായിരിക്കും. നിങ്ങളുടെ ചിലപ്പോൾ മതം, ആചാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലൈഫിൽ ഒരുമിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ സമൂഹത്തിൽ എന്തോ പറയും എന്നുള്ളതായിരിക്കും. അവർ ഒരുപാട് സമൂഹത്തെ നോക്കുന്ന വ്യക്തികളായിരിക്കും. സമൂഹത്തോട് എന്ത് മറുപടി പറയും എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ 2 മനസ്സായിട്ട് കാണിക്കുന്നു. മറ്റു ചില വ്യക്തികൾ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണമെന്നും നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിൽ സക്സസ് വരണമെന്നും റിലേഷൻഷിപ്പ് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അവസാനം കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം എന്താണ് തെറ്റുകുറ്റങ്ങൾ, അപ്പം നിങ്ങളുടെ അടുത്ത് ചില കാര്യങ്ങൾ അവർക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ജഡ്ജിമെൻ്റ് ആണ്.
ഓക്കെ, നിങ്ങളടുത്ത് ഡയറക്റ്റായിട്ട് കുറേ കാര്യങ്ങളുടെ ആൻസറും എല്ലാം ലഭിക്കാനുണ്ട്. അപ്പം നിങ്ങളെ ചോദ്യം ചെയ്യും, ചിലപ്പം നിങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടായിരിക്കും. ആ ഒരു ചോദ്യം ചെയ്യലും കാര്യങ്ങൾക്ക് ഒടുവിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുകയാണ്. അതിന് യോജിച്ചതായിട്ടുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പം ജഡ്ജിമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരങ്ങൾ വരും. നിങ്ങളുടെ ഇടയിൽ ചില സംസാരങ്ങൾ വന്നതിന് ശേഷം ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മറ്റോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതിന് ശേഷമേ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റിങ്ങിലാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മൂൺ വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് മൂൺ വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമ ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ബാലൻസ് ലഭിക്കുന്നില്ല. റിലേഷൻഷിപ്പിൽ ഒരു ബാലൻസിങ് ലഭിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഓഫർ തരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ജീവനാണ്. ഓക്കെ, നിങ്ങളില്ലാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഓക്കെ, അപ്പം അവർ ബാലൻസിങ്ങിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള സമയം എന്ന് പറയുന്നത് ഒരു മൂണിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമോഷണലായിട്ട് തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. എങ്കിലും അതെല്ലാം മാറി വരുന്നതായിട്ടുള്ളൊരു സമയം വരും. ഇത് ഇപ്പോഴവർക്ക് ഒരു കറുത്ത മൂൺ, അമാവാസി എന്ന് പറയുന്നത് പോലെ അതെല്ലാം തെളിഞ്ഞ് നിങ്ങൾക്കൊരു ഫുൾ മൂണായി വരുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട് വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളെ കൂടി ചേർത്ത് ജീവിതം മുഴുവനും കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ഒന്നും ബാലൻസിങ്ങിലല്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ പേഴ്സന് നേരെയായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരുപാട് പ്രശ്നങ്ങളും കുറ്റങ്ങളും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് ക്യാൻസറാണ് വന്നിരിക്കുന്നത്. ഒരു ക്യാൻസർ എന്ന കർക്കിടകം. ഇപ്പം എന്ത് കാര്യങ്ങളും പഴയ കാര്യങ്ങൾ പൊക്കിപ്പിടിച്ച് കഴിഞ്ഞു പോയ പല കാര്യങ്ങളും എടുത്തുകൊണ്ട് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും. നിങ്ങളിപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം. ഈ ഒരു സമയത്ത് ബാലൻസിങ്ങിൽ പോകുന്നില്ല. മറ്റു ചിലരുടെ ഇത് ഈ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സമയമായിരിക്കും. എന്തെങ്കിലും പഴയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉടക്കുണ്ടാക്കി ഇപ്പോൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തായിട്ട് മിണ്ടാതെ നിൽക്കുന്ന അവസ്ഥയായിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് റിലേഷനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുന്നില്ല. പക്ഷേ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അബണ്ടൻസും നിങ്ങൾ തന്നെയാണ്. നിങ്ങളില്ലെങ്കിൽ അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൂടിയാണ് അവർ പോകുന്നത്. ഇപ്പം ചെറുതായിട്ട് മാറി നിൽക്കുന്നെങ്കിലും നിങ്ങളെ പിരിഞ്ഞു പോകാൻ അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെന്നുള്ളത് അവരുടെ ലക്കാണെന്ന് നിങ്ങളുടെ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ പിണക്കത്തിലൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് ഒരു കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ അത് ഓക്കെ ആയി വരും. നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങളെ കൂടെ കൂട്ടുന്നതിന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, 12 നമ്പറാണ് വന്നിരിക്കുന്നത്. ഏരീസ് ടോറസ് ആണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എന്തുകൊണ്ടാണ് ഇവിടെ 6 വന്നിരിക്കുന്നത്? 6 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുപാട് നാളത്തെ പരിചയമുള്ള വ്യക്തികളായിരിക്കും. ഓക്കെ, ഒരുപാട് നാളത്തെ പരിചയമുള്ള വ്യക്തികളായിരിക്കും. ഫാമിലിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ട് ഈ റിലേഷനെ അവർ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങളോടത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്രയും നാൾ മറ്റേതെങ്കിലും റിലേഷൻ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കാം നമുക്കൊരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും തുടരാം, നിങ്ങൾ മിണ്ടാതിരിക്കരുത് എന്ന് ചിലപ്പോൾ നിങ്ങളടുത്ത് പറയുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ സ്ഥാനം വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഒരു ഫ്രണ്ടായിട്ടെങ്കിലും ജീവിത അവസാനം വരെയും നിങ്ങൾ കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ലൈഫ് ലോങ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കൊണ്ടുപോകുന്നതിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ
നൈറ്റ് ഓഫ് വാണ്ട് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്? ഓക്കെ, ഈ ഏതെങ്കിലും സിറ്റുവേഷനിൽ ജഗ്ലിംഗ് സിറ്റുവേഷനിലായത് കണ്ടാണ് ഇതുവരെയും മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മടിച്ചു നിൽക്കുന്ന പ്രവൃത്തിയല്ല. എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ജഗ്ലിംഗ് സിറ്റുവേഷനിൽ കൂടിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എല്ലാം തേർഡ് പാർട്ടിയായിട്ട് നിങ്ങൾ എടുക്കരുത്. ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തേർഡ് പാർട്ടിയായിട്ട് ഇവിടെ ഉണ്ട്. ആ ചില തേർഡ് പാർട്ടിയുടെ പ്രശ്നത്തിൽ നിങ്ങളുമായിട്ട് മാറി നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം തരാതെയോ നിങ്ങൾക്ക് കോൾ ചെയ്യാതെയോ നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക. നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾക്കൊരു ഓഫർ തരികയും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കോൾ മെസ്സേജ് ഒക്കെ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വ്യൂസിന് കോൾ മെസ്സേജ് റീയൂണിയൻ സംഭവിച്ചതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു. നിങ്ങളെന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും അവരെ റിലേഷൻഷിപ്പിൽ അവരുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവർ നെഞ്ചത്തോട് ചേർത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ സമയം ചില സന്ദർഭങ്ങളിൽ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആയിപ്പോയി, പക്ഷേ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ടില്ല അവരൊരിക്കലും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്ന സ്നേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, 8 ഓഫ് പെന്റിക്കിൾ. നിങ്ങൾ അവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടില്ലെങ്കിൽ തന്നെയും സ്നേഹം ഒരുപാട് ആ റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലാക്കി എന്നുള്ള കാര്യവും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു സമയം നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ടെങ്കിൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് ലൈഫ് ലോങ് നിങ്ങളെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. 8 നമ്പറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 6 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ഒരുപാട് സന്തോഷത്തോടെ ഒന്നുമല്ല പോയിരിക്കുന്നത്. ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുകയാണ്. നിങ്ങളോടുള്ള സ്നേഹം മുഴുവനായിട്ടും അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ചില സ്പിരിച്വലായിട്ടുള്ള ഇടപെടൽ കാരണം നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ട് നിങ്ങളിൽ നിന്ന് പോകുകയും ചില ചീറ്റിങ് പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുകയും ചെയ്തു. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിലും നിങ്ങൾ ഒപ്പം കൂട്ടുന്നതിലും ബുദ്ധിമുട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം മറ്റ് ചില സ്പിരിച്വലായിട്ടുള്ള ഇടപെടലുകളാണ് ഇതിന് കാരണം. മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ സ്നേഹമോ നിങ്ങളുമായിട്ടുള്ള ചിന്തകളോ ഒന്നും നിങ്ങളുടെ പേഴ്സണ് വരുന്നില്ല. ഓക്കെ, നിങ്ങളിൽ നിന്ന് വിട്ടു പോകുകയും നിങ്ങളെ ചതിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ചില സ്പിരിച്വലായിട്ടുള്ള ഇടപെടലുകൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ലൈഫ് ലോങ്ങിൽ ഇപ്പം എന്തായാലും കൊണ്ടുപോകാൻ കഴിയില്ല. സ്പിരിച്വലായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കൂടി മോശമായ സ്പിരിറ്റിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ പേഴ്സണിൽ നിന്നും അകറ്റി മാറ്റിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനോ ലൈഫിൽ കൂടെ കൂട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. ഓക്കെ, നമുക്ക് നോക്കാം ഇവിടെ എന്തുകൊണ്ടാണ് എംപ്രസ് വന്നിരിക്കുന്നത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്? നിങ്ങളൊരു മദറിങ് കെയറിങ് ഉള്ള വ്യക്തിയാണെന്നും എല്ലാം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഈ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് നല്ല വ്യക്തിയാണ്, നിങ്ങൾ ഒരു ഫാമിലി തന്നെയാണ്, ഒരു ഹസ്ബൻഡ് ആക്കാനോ അല്ലെങ്കിൽ വൈഫ് ആക്കാനോ കൊള്ളാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവരുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളെ ഒപ്പത്തിൽ കൂട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുള്ളത്. ചിലപ്പോൾ അവർക്ക് അവരുടെ ഫാമിലി പരമായിട്ട് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും ഓവർ തിങ്കിങ്ങും ഒക്കെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചുമക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും വെയിറ്റ് ചെയ്യുകയാണ്.
നിങ്ങൾ എന്തെങ്കിലും അവർക്ക് തിരിച്ച് ലഭിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ഒരു സമയം നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് അവരുടെ ലൈഫിലുണ്ടായിരിക്കുന്ന കുറച്ച് ബേർഡനെ, ചില പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവർ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. ഈ റിലേഷൻ പിന്നും ആരംഭിക്കുമെന്നും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ അവർക്ക് തിരിച്ച് കിട്ടുമെന്ന് അവർ. ഇതാണ് റീഡിങ്. നമുക്ക് അടുത്ത് നോക്കാം. റിലേഷൻഷിപ്പിൽ ആരാണ് തടസ്സം നിൽക്കുന്നത്, എന്താണ് തടസ്സം നിൽക്കുന്നത്? ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായുള്ള റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സം, ആരാണ് തടസ്സം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെയും പേഴ്സൻ്റെയും റിലേഷൻഷിപ്പിൽ ആരാണ് തടസ്സം, എന്താണ് തടസ്സം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഒരു ചീറ്റിംഗ് കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്, തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. ടവർ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർഡെന്ന് പറയുന്നത് നിങ്ങളെ മനഃപൂർവ്വമായിട്ട് ചീറ്റ് ചെയ്ത വ്യക്തികളുമുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആയിപ്പോയ വ്യക്തികളുമുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും നിങ്ങളെ ചതിച്ച് നിങ്ങളിൽ നിന്നും ഈ റിലേഷനെ ബ്രേക്കപ്പ് ചെയ്തു പുറത്തു പോകണമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 1, 3, 16, 7 ആവർത്തിച്ച് വന്നിട്ടുണ്ട്. 4, 5 വന്നിട്ടുണ്ട്. 14, 3 ആവർത്തിച്ചാണ് വന്നിരിക്കുന്നത്. 7 മന്ത്. ഓക്കെ, 1 ജനുവരി, ജൂലൈ, മാർച്ച്, ഏപ്രിൽ. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്നത് അക്യൂരിയസ്, ലിബ്ര, ഏരീസ്, സ്പൈസീസ്, കാൻസർ. ഓക്കെ, ബാക്കി സോഡിയക് സൈൻ എല്ലാം വരും, കാരണം ഇനി കാർഡുകൾ എടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ സോഡിയക് സൈനും ഇതിൻ്റെ അകത്ത് വരും, എല്ലാ രാശിയും ഇതിൻ്റെ അകത്ത് വരും. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് സോഡ്, കിങ് ഓഫ് കപ്പ്, ഇവിടെയും കിങ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ പ്ലാനിങ് ആണ് നടന്നത്, കാരണം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും നേടിയെടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പീഡിൽ പെട്ടെന്നുണ്ടായ റിലേഷൻഷിപ്പ് ആയിരിക്കും ഇത്. ഓക്കെ, വളരെ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്ന് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്ത്, ഇമോഷണൽ പരമായിട്ട് യാതൊരു പ്രാധാന്യമില്ല റിലേഷൻഷിപ്പാണ്. അപ്പം അവർ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ചില നീഡ്സിന് വേണ്ടിയിട്ട് വന്നു, നിങ്ങളിൽ നിന്നും അത് നേടിയെടുത്തു. അതെല്ലാം അവരുടെ പ്ലാനിങ് മാത്രമായിരുന്നു. ഈ റിലേഷനിലെ ജീവിതകാലം മുഴുവനും തുടരണം എന്നുള്ള ചിന്തയിലൊന്നും വന്ന വ്യക്തികളല്ല. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകാത്തവർ ഈ എനർജിയെ വിട്ട് അടുത്ത എനർജിയിലേക്ക് പോവാം. അവരുടെ പ്ലാനിങ് ഉപയോഗിച്ച് നിങ്ങളിലേക്ക് കടന്നു വന്നു, നിങ്ങളെ ചതിച്ചു, യാതൊരു ഇമോഷണൽ സപ്പോർട്ടും അവിടെ തന്നിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് ആദ്യം വന്നിരിക്കുന്ന എനർജി. അപ്പം അവനവൻ തന്നെയാണ്, നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ഇതിൽ നിൽക്കുന്നത്, ആദ്യത്തെ എനർജിയിൽ. ഓക്കെ, രണ്ടാമത്തേത് നോക്കാം. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിൽ ഒന്നിച്ചു പോകാൻ കഴിയാത്തതിന് കാരണം എന്താണ്? പ്ലീസ് കേൾമി. ആരാണ് തടസ്സം? ഓക്കെ, കിങ് ഓഫ് വാൻസ്. ചില ജോലികളാണ്, അവരുടെ സിറ്റുവേഷനാണ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു പോകുന്നതിന് തടസ്സമായിരിക്കുന്നത്. അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ചില ജോലികളുണ്ട്, ആ ജോലികളിൽ അവർ ഒരുപാട് ഇൻവോൾവ് ആയിരിക്കുന്നു. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരും കൂടി ചേർന്ന് നിന്ന് ചെയ്യുന്ന ജോലികളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം അവരായിരിക്കും അതിൻ്റെ എല്ലാം മേൽനോട്ടമൊക്കെ ആക്കി കൊണ്ടുപോകുന്ന വ്യക്തി അവർ തന്നെ ആയിരിക്കും.
ഓക്കെ, അവരവരുടെ ജീവിതത്തിലെ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ജോലി സംബന്ധമായിട്ട് ചില സ്ട്രഗിൾ സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് സമയം തരുന്നതിന് മറ്റും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നല്ല ഈ റീഡിങ്ങിന് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ എനർജിക്ക് അർത്ഥം. അവരുടെ സാഹചര്യം ഇപ്പം നിങ്ങളിൽ നിന്ന് അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെ ജോലിയായിരിക്കാം. ഇവിടുത്തെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ജോലിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന് ആരാണ് കാരണം, എന്താണ് കാരണം? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്താണ് കാരണം? ഇവിടെ എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? ഒരുപാട് പെയിൻ സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള നിങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ ബേസിൽ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുമായിട്ട് പറയുകയും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ മറ്റേതെങ്കിലും വ്യക്തികളുണ്ടായിരുന്നു, ആ വ്യക്തികളുടെ പ്രശ്നങ്ങളാണ് തേർഡ് പാർട്ടി. ആ ഒരു തേർഡ് പാർട്ടിയുടെ പെയിനും കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങളുമായിട്ട് അടുത്ത് വരാനോ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഇമോഷണൽ പങ്കുവയ്ക്കാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല. ഇമോഷണൽ ബാലൻസിങ് ഇല്ലാതെ പോകുന്ന അവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു സമയത്ത്. അപ്പോൾ തേർഡ് പാർട്ടിയാണ് നിങ്ങളുമായിട്ട് മിണ്ടുന്നതിനും കോൾ ചെയ്യുന്നതിനും ഒക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നത്. ഒരു തേർഡ് പാർട്ടിയാണ്. നിങ്ങളോട് മിണ്ടുകയോ സംസാരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരുന്നു. മാനസികമായിട്ടുള്ള സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, അപ്പം അതാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, നിങ്ങളോടുമായിട്ട് മിണ്ടണം, സംസാരിക്കണം എന്നെല്ലാം നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നുണ്ടെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. വന്ന് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്ത വിധം വേദനയാണ് അനുഭവപ്പെടുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ടവർ വന്നതെന്ന് നോക്കട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ടവർ വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ടവർ എന്തുകൊണ്ടാണ് വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൽ ടവർ വന്നത്? നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു റിലേഷനെ മടുത്തു, അവസാനിപ്പിക്കണം എന്ന് ചിന്തിച്ച്, കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്കൊരു ഗ്രോത്ത് കാണുന്നില്ല, വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, 9 ഓഫ് സോഡിൻ്റെയും ഡെയിലി വിഷമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷത്തെയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്, ഒരു എൻജോയ്മെൻ്റാണ് ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പരാതിയും വിഷമങ്ങളും കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഡെയിലി വഴക്കും പ്രശ്നങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ കൊണ്ട് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു, എനിക്ക് ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഡെയിലി 9 ഓഫ് സോഡിൻ്റെ വിഷമങ്ങളും കരച്ചിലും ഡിപ്രഷനും മാത്രമേ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ റിലേഷനെ ഞാൻ ടവർ ചെയ്യണം, ഞാൻ തന്നെയാണ് അവസാനിപ്പിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുകയും ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റൊരു റിലേഷനെ വേണം. എന്തായാലും ഈ റിലേഷനുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ. അപ്പം ഈ റിലേഷൻ അല്ലാതെ മറ്റൊരു വ്യക്തി അവരുടെ ലൈഫിൽ വന്നിട്ടില്ലെങ്കിലും അതിനെ കണ്ടുപിടിച്ചിട്ടെങ്കിലും അവർ പോകും. പക്ഷേ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ റിലേഷനെ കട്ട് ചെയ്തു, ടവർ കൊണ്ടുവന്നു. അപ്പം ഇതിൽ ഒരുപാടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് ഇടപെട്ടിരിക്കുന്നത്. തേർഡ് പാർട്ടി വളരെ കുറച്ച് മാത്രമാണ്. തേർഡ് പാർട്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒന്ന് ജോലിയും ഒന്ന് ഇതുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്ന് തേർഡ് പാർട്ടി തന്നെയാണ്, മൂന്നാമതൊരു വ്യക്തി തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു ആളാണ് വന്നിരിക്കുന്നത്, ഒന്ന് ജോലിയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 4 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? എൻ്റെ വ്യൂവേഴ്സിനെയും പേഴ്സണെയും തങ്ങളിൽ ഒന്നിക്കാൻ സമ്മതിക്കാത്ത എന്ത് കാരണമാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും വിവാഹങ്ങളായിരിക്കാം, എൻഗേജ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിരിക്കുന്നു. അല്ലെങ്കിൽ വിവാഹവുമായിട്ട് സംബന്ധിച്ചിട്ട് ഇതായിരിക്കാം ഒരു പക്ഷേ അവർക്കൊരു വിവാഹം വന്നു, അതിലോട്ടാണ് അവരുടെ ശ്രദ്ധ. അപ്പം നിങ്ങൾ തരുന്ന ഓഫറും കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ, വിവാഹം കഴിച്ചവരാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും കേസോ വഴക്കോ മറ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം.
ആ ഒരു കേസിൻ്റെയും വഴക്കിൻ്റെയും കാരണത്താൽ, കാരണം ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്, നിയമമാണ് വന്നിരിക്കുന്നത്, ആ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടി കടന്നു പോവുകയും നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനും മറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കുന്നതിനും നിങ്ങളെ കോൾ എടുക്കുന്നതിനും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നില്ല. കാരണം വിവാഹം കഴിച്ച വ്യക്തികളാണെങ്കിൽ അതിനിടയ്ക്ക് ഒരു നിയമപ്രശ്നങ്ങൾ വന്നിരിക്കുന്നു, കോടതി കേസ് വന്നിരിക്കുന്നു. ഈ കോടതി കേസ് കാരണം നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് പെയിൻ സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ ഒരു പെയിൻ സിറ്റുവേഷൻ കാരണം നിങ്ങൾ അവരുടെ പേരിൽ കേസ് കൊടുത്തെന്നും അല്ലെങ്കിൽ റിലേഷനെ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ലെന്നൊക്കെ ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങളുടെ കോള് അയക്കുന്നതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുന്നതിനോ നിങ്ങളെ കാണുന്നതിനോ ഈ ഒരു സമയത്ത് തടസ്സം ആ കേസാണ്. ഓക്കെ, നിങ്ങൾ കൊടുത്തിട്ടുള്ള കേസാണ്. മറ്റ് ചില വ്യക്തികൾക്ക് അവരുടെ ലൈഫിലേക്ക് പുതിയൊരു വിവാഹം വരുന്നു. ആ വിവാഹത്തേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി, ഒരു ന്യൂ ബിഗിനിങ് കടന്നു വരുന്നുണ്ട്. അപ്പം ആ ഒരു ന്യൂ ബിഗിനിങ് കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് ഇപ്പം നിങ്ങളുടെ കോളോ മെസ്സേജോ ഓഫറോ ഒന്നും നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും കഴിയാത്ത അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ജീവിതത്തിൽ എന്തോ ഒരു പുതിയ ജോലിയോ മറ്റോ എന്തോ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ഒരു ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനൊന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് കഴിയുന്നില്ല. അപ്പോൾ ജോലിയെല്ലാം നേടിയെടുത്തതിന് ശേഷം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ. പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ കിങ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? 5 ഓഫ് സോഡ്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് യാതൊരു അറിവും ഇല്ല. നിങ്ങളെക്കുറിച്ച് ഒന്ന് കാണുവാനോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവരവരുടെ ജോലിയിൽ മാത്രമാണ് ശ്രദ്ധ വയ്ക്കുന്നത്. അവർക്ക് ഇപ്പം നിങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. ടവറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ടവർ അവർ ആഗ്രഹിക്കുന്നു. ഈ റിലേഷനെ മുറിച്ച് മാറ്റണമെന്ന് അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഫാമിലി കപ്പാണ്. അവരൊരുപാട് ആഗ്രഹിച്ച് വന്ന കുറേ കാര്യങ്ങൾ, അവർ 9 ഓഫ് കപ്പും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിനെ മൊത്തം സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്. അവരാഗ്രഹിച്ചത് ഒരു ഫാമിലിയാണ്, ഒരു 9 ഓഫ് കപ്പാണ് ആഗ്രഹിച്ചത്. പക്ഷേ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടിയതോ 5 ഓഫ് സോഡാണ്. ഈ റിലേഷൻ എന്താണെന്നും ഈ റിലേഷന് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെന്നോ ഒന്നും കഴിയാത്ത വിധം അവരെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ ഈ ഒരു റിലേഷനെ ടവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ജോലിയിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും മറ്റുമൊന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഓവറായിട്ട് ജോലി ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ പേഴ്സണെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയപ്പോഴത്തേക്ക് വന്നത്. എന്തുകൊണ്ടാണ് ഇത് നോക്കട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ്, എനിക്ക് റിലേഷനിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് ടവർ വേണം, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകില്ല എന്ന് എന്തുകൊണ്ട് ചിന്തിക്കുന്നു? പ്ലീസ് ഗൈഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഓക്കെ, അവർ ടവർ കൊണ്ടുവരുന്നത് ഈ റിലേഷനിലെ ബാലൻസിങ്ങിൽ പോകത്തില്ല. ഈ റിലേഷൻ ഒരു കാലത്തും ബാലൻസിങ്ങിൽ പോകത്തില്ല. അവരാഗ്രഹിക്കുന്നത് പോലെ ഒരു 10 ഓഫ് കപ്പോ 9 ഓഫ് കപ്പോ നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, അവരാഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കാകാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് ഒരുപാട് ഈ റിലേഷനിലേക്ക് ഒരുപാട് ഓവർ തിങ്കിങ്ങും കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റൊരു വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ജോലിയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലുമായിട്ട് ഒരു നല്ല ജോലിയുള്ള വ്യക്തിയെ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയെ അവരുടെ ലൈഫിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു വ്യക്തി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ ഈ റിലേഷനെ ടവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് റിലേഷൻ ബ്രേക്ക് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കിയത് കിട്ടിയത് ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് റെസനേറ്റ് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക. ചില പെയിൻഫുൾ സിറ്റുവേഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയെങ്കിൽ നിങ്ങൾ
ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് ഇതുപോലെ എന്തെങ്കിലും വിഷമത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.